വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ കമ്പനീസ് ആക്ടിനകത്ത് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഡയറക്ടേഴ്സ് എന്താണ്, അതിനകത്ത് ഓരോന്നും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആരായിരിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ, ക്വാളിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമലി ഒരു കമ്പനിക്കകത്ത് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന നേരത്ത് അവരുടെ അപ്പോയിൻമെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കമ്പനി അവർ റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ടറൊക്കെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി പോകണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ, അതല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കമ്പനി ഒരാളെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് തീരുമാനിക്കണേ, പിന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ പറയുന്ന ഡയറക്ടറിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആവുന്നത്. ഇനി അതായത് മേജറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചധികം കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. സോ അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് മനസ്സിൽ കിടന്നോട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്: അപ്പോയിൻമെന്റ്, റിമൂവൽ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. ദാറ്റ് മീൻസ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് സ്പെസിഫൈ ചെയ്ത് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതിനകത്ത് ആദ്യത്തെ അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, അതായത് കമ്പനി നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മെമ്പർഷിപ്പും ഷെയർ ഹോൾഡേഴ്സും ഡയറക്ടേഴ്സൊക്കെ തമ്മിലുള്ള വ്യത്യാസം അല്ലേ. അതായത് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഈ പറയുന്ന ഡയറക്ടേഴ്സാണ്. ഓക്കെ, സോ ഒരു കമ്പനിക്ക് മാൻഡേറ്ററി ആയിട്ട് ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, എവറി ഡയറക്ടർ ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. ഓക്കെ, സോ പോയിന്റ് നമ്പർ 1, നമ്മുടെ കമ്പനിയിൽ ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എവിടെ വെച്ചാൽ ആ ജനറൽ മീറ്റിംഗ് വെച്ചിട്ടാണ് അപ്പോയിന്റ് ചെയ്യണേ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, എ പേഴ്സൺ ടു ബി അപ്പോയിന്റഡ് ആസ് എ ഡയറക്ടർ ഷാൾ ഫർണിഷ് ഹിസ് DIN and a declaration that he is not disqualified to become director under this act in form DIR 2. ഓക്കെ, അതായത് ഒരു ഡയറക്ടറിന്റെ ഉത്തരവാദിത്തമാണ് അവിടെ പറയണേ, അല്ലെങ്കിൽ ഡയറക്ടർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയണേ. ഓക്കെ, ഡയറക്ടറിന്റെ DIN നമ്പറും, പിന്നെ കൂടാതെ ഈ ആക്ട് പ്രകാരം ദാറ്റ് മീൻസ് കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ അല്ല. ഓക്കെ, അതായത് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാകത്തിലുള്ള ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ അല്ല എന്ന് പറഞ്ഞിട്ട് എന്തും കൂടെ കൊടുക്കണം, ഒരു ഡിക്ലറേഷനും കൂടെ കൊടുക്കണം. Okay, and the third one, the company shall within 30 days of the appointment of a director file such a concern with the registrar in form DIR 12 along with the fees prescribed. ഓക്കെ, സോ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, ജനറൽ മീറ്റിങ്ങിനകത്താണ് നമ്മൾ നമ്മുടെ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ ആ DIN നമ്പറും കൊടുക്കണം. കൂടാതെ ഈ പറഞ്ഞ ഒരു സാഹചര്യത്തിലും ഈ പറഞ്ഞ ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ അല്ല എന്ന് പറഞ്ഞ് ആർക്ക് ഡിക്ലറേഷൻ കൊടുക്കണം? കമ്പനിക്ക് കൊടുക്കണം. ഇത് കിട്ടിയ വഴിക്ക് കമ്പനി 30 ദിവസത്തിനുള്ളിൽ ഫോം DIR 12 എന്ന് പറയുന്ന ഫോമിനകത്ത് ആരെ അറിയിക്കണം? രജിസ്ട്രാറിനെ അറിയിക്കണം. ഓക്കെ, ഇതാണ് ഒരു ബേസിക് പ്രോസസ്, തീർന്നിട്ടില്ല. And the second one, the rotation of directors, section 152 subsection 6. അതായത് ഇങ്ങനെ അപ്പോയിന്റ് ചെയ്ത ഡയറക്ടേഴ്സ് ആണ് കമ്പനിക്കകത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. റൊട്ടേഷണൽ ഡയറക്ടേഴ്സും നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്, ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്ടേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് റൊട്ടേഷണൽ ഡയറക്ടറായിട്ടും നോൺ റൊട്ടേഷണൽ ഡയറക്ടറായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോണേ. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കമ്പനിയുടെ മാനേജ് ഓഫ് അഫയേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ അതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ പറയുന്ന ഡയറക്ടേഴ്സാണ്. ഓക്കെ, ഇതിനകത്ത് ആസ് പെർ സെക്ഷൻ 152 സബ്സെക്ഷൻ 6 നമ്മളോട് പറയുന്നത് ദാറ്റ് മീൻസ് എവറി മീറ്റിംഗ് അല്ലെങ്കിൽ എവറി ഇയർ ഈ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എത്രയാണോ അതിൻ്റെ 2/3 ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആയിട്ടാണ്. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? ദാറ്റ് മീൻസ് ഓരോ വർഷവും നമുക്കുണ്ടാവുന്ന ഡയറക്ടേഴ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഡയറക്ടേഴ്സിനെ, അല്ലെങ്കിൽ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ആ ഡയറക്ടേഴ്സിനെ ഈ പറയുന്നത് പോലെ 2/3 ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊസീജിയറും കൂടെ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, അൺലെസ് ദ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ഫോർ ദ റിട്ടയർമെന്റ് ഓഫ് ഓൾ ദ ഡയറക്ടേഴ്സ് അറ്റ് എവറി ആനുവൽ ജനറൽ മീറ്റിംഗ്. Okay, not less than 2/3 of the total number of directors of a public company shall be the person whose period of office is liable to determination by retirement of directors by rotation. അതായത് എന്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അൺലെസ് ദ ആർട്ടിക്കൽസ് പ്രൊവൈഡ്സ് ഫോർ ദ റിട്ടയർമെന്റ് ഓഫ് ഓൾ ഡയറക്ടേഴ്സ് അറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ദാറ്റ് മീൻസ് ആർട്ടിക്കൽസിനകത്ത് ഒരു പ്രൊവിഷൻ വെക്കുകയാണ്, എല്ലാ ആനുവൽ ജനറൽ മീറ്റിങ്ങിനകത്തും നിലവിലുണ്ടായിരിക്കുന്ന ഡയറക്ടേഴ്സ് എല്ലാം മാറി പുതിയ ഡയറക്ടേഴ്സ് വരണം. അങ്ങനെ ഒരു പ്രൊവിഷൻ ആനുവൽ ജനറൽ മീറ്റിങ്ങിനകത്ത് ഇല്ല എന്ന് വിചാരിക്കുക. സോ നിലവിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്തുള്ള ഡയറക്ടേഴ്സ് ആരൊക്കെയാണോ അതിനകത്ത് 2/3 ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആണ്. മനസ്സിലായി? അവർ ഈ പറഞ്ഞതുപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ടോട്ടൽ നമ്പറിന്റെ 2/3. അതിനകത്ത് സെക്കൻഡ് പോയിന്റ്, അറ്റ് ദ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് എ പബ്ലിക് കമ്പനി ഹെൽഡ് നെക്സ്റ്റ് after the date of the general meeting at which the first director are appointed
At every subsequent annual general meeting, 2/3 of such directors for the time being as per liable to retire by rotation. നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞ്, ദാറ്റ് മീൻസ് ഈ ഫസ്റ്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്ന ജനറൽ മീറ്റിംഗ് കഴിഞ്ഞ് അതിനുശേഷം വരുന്ന എല്ലാ ആനുവൽ ജനറൽ മീറ്റിങ്ങിനകത്തും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എത്രയാണോ അതിൻ്റെ 2/3 എന്ന് പറയുന്നത് എന്ത് ചെയ്തോണം, റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആയിരിക്കണം. Okay, or their number is neither 3 or nor multiple of 3, then the number nearest to 1/3 shall be retired from the office. അതായത് എപ്പോഴും ഈ പറയുന്നത് പോലെ 3 എന്ന് പറയുന്ന ഡിജിറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന കറക്റ്റ് ഫിഗറോ ആയിരിക്കണം എന്നില്ല. സോ അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻറ്റു 1/3 ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യണം, ദ നമ്പർ ഓഫ് നിയറസ്റ്റ് ടു 1/3. ഓക്കെ, ആ 1/3 നിയറസ്റ്റിലോട്ട് അതിനെ മാറ്റണം. And the total number of directors shall not include the independent directors and nominee directors appointed by the financial institution. Okay, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 10 പേരാണെന്ന് വിചാരിക്കുക. അതിൻ്റെ 1/3 നമുക്ക് 2/3 റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. പക്ഷേ ഈ 10 ഡയറക്ടേഴ്സിനകത്ത് 2 പേര് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും ഒരാൾ നോമിനി ഡയറക്ടേഴ്സും ആണെന്ന് വിചാരിക്കുക. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന നോമിനി ഡയറക്ടേഴ്സും ആണെന്ന് വിചാരിക്കുക. സോ അവിടെ ടോട്ടൽ 10ന്റെ 1/3 അല്ല നമ്മൾ എടുക്കേണ്ടത്. ആ ടോട്ടൽ 10നകത്ത് ഏത് ഉൾപ്പെടില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സോ നോമിനി ഡയറക്ടേഴ്സോ ഉൾപ്പെടില്ല. സോ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ 2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും ഉണ്ട്, ഒരു നോമിനി ഡയറക്ടേഴ്സും ഉണ്ട് അല്ലേ. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടോട്ടൽ 10ൽ നിന്ന് ഈ 3 മൈനസ് ചെയ്യാം, ബാക്കി 7 ആണ്. ആ 7ന്റെ 2/3 മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ. കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഞാൻ കുറച്ച് എക്സാമ്പിളും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടറാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അവിടെ ഡയറക്ടർ ആ ഡിൻ നമ്പറും ഡിക്ലറേഷനും കൂടെ കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യണം. കമ്പനി 30 ദിവസത്തിനുള്ളിൽ അത് രജിസ്ട്രാർക്ക് കൊടുക്കണം. ഓക്കെ, ഫോം നമ്പർ DIR-12 ഇനി റൊട്ടേഷണൽ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 2/3 എന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾസിനകത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 2/3 എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ. അതിനകത്ത് ലാസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ആ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറോ നോമിനി ഡയറക്ടേഴ്സിനൊന്നും നമ്മൾ ആഡ് ചെയ്യില്ല. ദാറ്റ് മീൻസ് ടോട്ടൽ, അതായത് ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് മൈനസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് മൈനസ് നോമിനി ഡയറക്ടേഴ്സ്, ഇത് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണേ, ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് നമ്പർ ഓഫ് റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ 2/3 നമുക്ക് എടുക്കാം. നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ ലിമിറ്റഡ് ഹാസ് 6 ഡയറക്ടേഴ്സ്. 6 ഡയറക്ടേഴ്സ് ആണ്. 6 × 2 ഡിവൈഡ് ബൈ 3 അല്ലേ, 2/3 ആണ് എടുക്കേണ്ടത്. സോ അങ്ങനെ വരുന്ന നേരത്ത് 2/3 എടുക്കുന്ന നേരത്ത് മിനിമം 4 ഡയറക്ടേഴ്സ് മസ്റ്റ് ബി റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്. അങ്ങനെയാണല്ലോ. 6 കറക്റ്റ് ഫിഗർ ആയിട്ടാണ് പറഞ്ഞത്. 6 × 2 12 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 4 പേരെ നമ്മൾ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യണം, റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് വൺ, ബി ലിമിറ്റഡ് ഹാസ് 6 ഡയറക്ടേഴ്സ്, 4 റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആൻഡ് 2 non-rotational directors. Okay, 1 minute. Okay, and the next one, the C Limited has directors. Okay, the company has appointed all the directors as a rotational directors. അതായത് കമ്പനിയുടെ മിനിമം ആണ് നമ്മളോട് പറയുന്നത് 2/3 ഡയറക്ടേഴ്സ് വേണമെന്ന്. ഓക്കെ, എല്ലാ ഡയറക്ടേഴ്സും ഈ പറയുന്ന റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സോ നോക്കി, ആദ്യത്തെ 3 സാഹചര്യത്തിനകത്തും ഈ പറയുന്ന സെക്ഷൻ 152 റൊട്ടേഷണൽ ഡയറക്ടേഴ്സിൻ്റെ പ്രൊവിഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തള്ളിക്കളയുന്നില്ല. നമ്മൾ അത് 3 മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആദ്യത്തെ കേസ് എങ്ങനെയായിരുന്നു, 6 പേരിൽ 4 പേര് റൊട്ടേഷനിലാണ്. രണ്ടാമത്തേനകത്ത് 6 പേരിൽ 4 പേര് റൊട്ടേഷനിൽ 2 പേര് നോൺ റൊട്ടേഷനിലാണ്. മൂന്നാമത്തേനകത്ത് എത്രയോ നമ്പർ ഓഫ് ഉണ്ട്, അവർ ഫുള്ളായിട്ടും എന്ത് തന്നെയാണ്, റൊട്ടേഷനിലാണ്. ഇതൊന്നും കുഴപ്പമേ ഇല്ല. And the fourth one, D Limited has 6 directors, 3 rotational and 3 non-rotational. ഓക്കെ, സോ അങ്ങനെ വരുന്ന നേരത്ത് അത് ഈ റൂളിന് ബാധകമല്ല, അല്ലെങ്കിൽ റൂളിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇത് ചെയ്യുന്നില്ല, പാലിക്കുന്നില്ല. കാരണം എന്താ, 6 ഡയറക്ടേഴ്സ് ആണെങ്കിൽ 4 റൊട്ടേഷനിലും 2 നോൺ റൊട്ടേഷനിലും ആയിരിക്കണം. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കണേ, 3 റൊട്ടേഷനിലും 3 നോൺ റൊട്ടേഷനുമാണ് പറഞ്ഞിരിക്കണേ, ആണോ? And the next one, F Limited has 6 directors, 4 rotational directors and 2 non-rotational. The company intends to appoint a non-rotational directors. എങ്ങനെയാ, ഇപ്പോൾ 6 പേരുണ്ട്, അതിനകത്ത് 4 പേര് റൊട്ടേഷനിലും 2 പേര് നോൺ റൊട്ടേഷനിലുമാണ്. സോ ഇപ്പോൾ റൂൾ ഓക്കെയാണ്. ഇനി കമ്പനി ഒരു ഡയറക്ടറിനെ കൂടെ അപ്പോയിന്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഏത് ഡയറക്ടറിനെയാണ്, intends to appoint a non-rotational directors. അങ്ങനെയാണെങ്കിൽ 6 എന്ന് പറയുന്ന നമ്പർ 7 ആവും. ഈ 7നകത്ത് 4 പേര് റൊട്ടേഷനിലും 3 പേര് നോൺ റൊട്ടേഷനിലും ആവും. സോ അത് ഈ പറയുന്ന പോലെ 2/3 എന്ന് പറയുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ നോക്കി, ദ കമ്പനി കനോട്ട് അപ്പോയിന്റ് എ ഡയറക്ടർ ആസ് എ നോൺ റൊട്ടേഷണൽ ഡയറക്ടർ. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നിലവിൽ 6 ആണ്. 6നകത്ത് ഈ പറയുന്ന 4:2 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, ഈ പറയുന്ന നമ്മുടെ സെക്ഷൻ
നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സെക്ഷൻസ് പ്രകാരം പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സിനെ കൂടെ എടുക്കുന്ന നേരത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 6 മാറി 7 ആവും. സോ ആ 7-നകത്ത് 4-ഉം 3-ഉം ആവും. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്ത് ഈ പറയുന്ന 2/3 എന്ന് പറയുന്ന മിനിമം കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ പാലിക്കാത്ത സിറ്റുവേഷൻസ് വരും. സോ ഇവിടെ കമ്പനിക്ക് അപ്പോയിൻറ്റ് ചെയ്യാം ആരെ, ഒരു റൊട്ടേഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം, അല്ലാതെ ഒരു കാരണവശാലും നോൺ റൊട്ടേഷണൽ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. And the next one, G Limited has 6 directors, 5 rotational and 1 non-rotational. The company intends to appoint a non-rotational directors. Okay, ഇപ്പോൾ 6 ഡയറക്ടേഴ്സ് ഉണ്ട്, അതിനകത്ത് 5 പേരും റൊട്ടേഷനിലാണ്, ഒരാൾ മാത്രമാണ് നോൺ റൊട്ടേഷണൽ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 6 7 ആവും. 7 ആവുമ്പോഴും 5-ഉം 2-ഉം ആവുള്ളൂ. ഈ പറയുന്ന 2/3 എന്ന് പറയുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് എന്തിൻ്റെ കാര്യമില്ല, ഈ പറയുന്നത് പോലെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം, നോ എന്ന് പറയേണ്ട കാര്യമില്ല. കമ്പനിക്ക് എന്തിനെ അപ്പോയിൻറ്റ് ചെയ്യാം, ഈ പറയുന്ന നോൺ റൊട്ടേഷണൽ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാം. സോ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ പറയുന്ന കണ്ടീഷൻസ് ഇത്രേ ഉള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എടുക്കുക, അതിനകത്ത് നിന്ന് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ നോമിനി ഡയറക്ടേഴ്സിൻ്റെ എണ്ണം മൈനസ് ചെയ്യുക. സോ ബാലൻസ് കിട്ടുന്നതിനാണ് നമുക്ക് ടോട്ടൽ ഡയറക്ടേഴ്സ് ഫോർ ഏത് കമ്പ്യൂട്ട് ചെയ്യാൻ, റൊട്ടേഷനിലാണോ നോൺ റൊട്ടേഷനിലാണോ എന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ കിട്ടുന്നതിൻ്റെ 2/3 നമുക്ക് എന്തായിരിക്കണം, റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആയിരിക്കണം. മനസ്സിലായെങ്കിൽ അടുത്തത് നോക്കി, ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ appointment of a director. That means as per section 164 of the Companies Act നമ്മളോട് പറയുന്നുണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരാളെ നമ്മൾ എന്തായിട്ട് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ, നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ കേസിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഏതൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഒരു വ്യക്തിനെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ലാത്തത്. അതേ പ്രൊവിഷൻസും അല്ലെങ്കിൽ അതുമായിട്ട് അത്രയും ഡീപ്പായിട്ട് പറയുന്നില്ലെങ്കിലും ആസ് പെർ സെക്ഷൻ 164 കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷനിനകത്തോട്ട് വരുന്ന ഒരാളാണെങ്കിൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കമ്പനിയുടെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഹീസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ പാടില്ല. ആൻഡ് അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ് ആണെങ്കിൽ പാടില്ല. ആൻഡ് ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റ് ആസ് ഇൻസോൾവെന്റ് ആൻഡ് ഹിസ് അപ്ലിക്കേഷൻ ഈസ് പെൻഡിങ്. ദാറ്റ് മീൻസ് ഒരു പേഴ്സൺ അങ്ങേരെ ഇൻസോൾവെന്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. ആപ്ലിക്കേഷൻസിനകത്ത് ഇനിയും തീരുമാനം വന്നിട്ടില്ല, വിധി വന്നിട്ടില്ല. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന വ്യക്തിയെയും എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല, ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഡി, he has been convicted by court of any offense. Okay, അതായത് കോടതി പ്രകാരം ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ട്, whether involving moral turpitude or otherwise, and sentenced to imprisonment for not less than 6 months. Okay, and a period of 5 years has not been elapsed from the date of expiry of the sentence. അതായത് എന്തെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് പ്രകാരം കോടതി ഇങ്ങനെ 6 മാസത്തേക്ക് ഇംപ്രിസ്മെൻറ്റ് ജയിൽവാസം വിധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ജയിൽവാസം കഴിഞ്ഞിട്ട് ഒരു 5 വർഷം ആയിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, in respect thereof and imprisonment of a period of 7 years or more, he shall not be eligible to be appointed as a director in any company. ഓക്കെ, അതായത് 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന വ്യക്തി കോടതി പ്രകാരം ഏതെങ്കിലും ഒരു ശിക്ഷ ചെയ്തിട്ടുണ്ട്, ആ ശിക്ഷയ്ക്ക് കോടതി 6 മാസത്തെ ശിക്ഷയാണ് വിധിക്കുന്നതെങ്കിൽ, ഓക്കെ, അങ്ങനെ 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത 5 വർഷങ്ങളിൽ പുള്ളിക്കാരൻ എന്തായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല, ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നിങ്ങളെ കോടതി വിധിക്കുന്നത് ഈ പറയുന്നത് പോലെ 7 വർഷത്തിന് മുകളിൽ വരുന്ന ഒരു തടവ് ശിക്ഷയാണെന്ന് വിചാരിക്കുക, 7 years or more. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന 5 വർഷത്തിൻ്റെ ക്രൈറ്റീരിയ എന്നൊന്നും പറയുന്നില്ല, അങ്ങേര് എലിജിബിൾ ഫോർ അപ്പോയിൻറ്റ്മെൻറ്റ് അല്ല. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഫസ്റ്റ് വൺ എന്താവാൻ പാടില്ല, അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല. സെക്കൻഡ് വൺ ഇൻസോൾവെൻ്റ് ആവാൻ പാടില്ല. ആൻഡ് തേർഡ് വൺ ഇൻസോൾവെൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ പെൻഡിങ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ഫോർത്ത് വൺ ഒരു വ്യക്തി കോടതി പ്രകാരമുള്ള ഏതെങ്കിലും ഒരു തടവ് ശിക്ഷ 6 മാസത്തിൽ കൂടുതൽ കയറി വരുന്ന ഏതെങ്കിലും ഒരു തടവ് ശിക്ഷ, നോട്ട് ലെസ് ദാൻ 6 months എന്നാണ് പറയുന്നത്. സോ 6 മാസത്തിൽ കൂടുതൽ വരുന്ന തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി 5 വർഷമായിട്ടില്ല എന്ന് വിചാരിക്കുക. മനസ്സിലായി? 5 വർഷം വരെ, ദാറ്റ് മീൻസ് ഈ 6 മാസം കഴിഞ്ഞാൽ അടുത്ത 5 വർഷം വരെ അങ്ങേരെ എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല, ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് തടവ് ശിക്ഷ കിട്ടുന്നത് 7 വർഷത്തിന് മുകളിലുള്ള ഏതെങ്കിലും ഒരു കേസിനകത്താണെങ്കിൽ, അല്ലെങ്കിൽ ഏതിനകത്തോ ഒരു കേസിനകത്ത് അകപ്പെട്ടു, കോടതി നിങ്ങളെ വിധിച്ചത് 7 വർഷം വരെയുള്ള ഇംപ്രീസ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ വ്യക്തിക്കും എന്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ 5 വർഷത്തെ ക്രൈറ്റീരിയ എന്നൊന്നും പറയുന്നില്ല, ആ വ്യക്തിക്ക് ഡയറക്ടർ ആവാനേ പാടില്ല. Okay, and the next one, an order disqualifying him for appointment as a director has been passed by the court or tribunal and the order is in force. അതായത് കോടതി ഇങ്ങനെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്.
and he has not paid any call in respect of any shares of the company held by him, whether alone or jointly with others, and 6 months have been elapsed from the last date fixed for the payment of the call. ദാറ്റ് മീൻസ് ഈ ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നു. ആ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്ടർ കമ്പനി വിളിച്ച കോൾ പേ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അതിനൊരു ഡേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ? 6 months have elapsed from the last date ഫിക്സഡ് ഫോർ ദ പേയ്മെൻറ്റ്. എന്നാണോ ഈ പറഞ്ഞ കോൾ മണി അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, അത് കഴിഞ്ഞിട്ട് 6 മാസമായിട്ടും അങ്ങേര് എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ പറയുന്നത് പോലെ കോൾ മണി പേ ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, അങ്ങേരും എന്തല്ല, എലിജിബിൾ അല്ല. സോ എന്തായിരുന്നു? ഒന്ന്, കോടതി വിധിക്കുകയാണ് ഇങ്ങനെ ഡിസ്ക്വാളിഫൈഡ് ആണ്, ഇങ്ങനെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ സാഹചര്യത്തിൽ പറയുന്നത് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഈ ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഷെയർ ഹോൾഡറും കൂടെ ആയിരുന്നു. ആ ഷെയർ ഹോൾഡർ ഈ പറയുന്ന കമ്പനിക്ക് എന്ത് പേ ചെയ്തിട്ടില്ല? കോൾ മണി പേ ചെയ്തിട്ടില്ല. സോ ഇത് പേ ചെയ്യേണ്ട ആ ഡ്യൂറേഷനും കൂടെയാണ് പറയുന്നത്. എന്നാണോ കോൾ മണി പേ ചെയ്യേണ്ടത്, ആ ഡേറ്റ് കഴിഞ്ഞ്, ഓക്കെ, ആ ഡേറ്റ് കഴിഞ്ഞ് 6 മാസമായിട്ടും അങ്ങേര് എന്ത് ചെയ്തിട്ടില്ല? പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. ഇപ്പോഴും പേയ്മെൻറ്റ് പെൻഡിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയും എലിജിബിൾ അല്ല. ഓക്കെ, ആൻഡ് he has been convicted of the offence dealing with the related party transaction under section 188 or any time during the last preceding 5 years, or he has not obtained a DIN number. അതായത് ഇങ്ങനെ DIN നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. കൂടാതെ ഇങ്ങനെ കണ്ടോ, ആസ് പെർ സെക്ഷൻ 188 പ്രകാരം ഏതെങ്കിലും ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിനകത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തി എന്ന് വിചാരിക്കുക. എങ്ങനെയാണ്? അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ ലാസ്റ്റ് പ്രീസീഡിംഗ് 5 years. അതും ഈ പറഞ്ഞതുപോലെ വേറൊരു രീതിക്ക് പറയുവാണെങ്കിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിൻ്റെ കേസിനകത്ത് കമ്പനി പ്രകാരമുള്ള എഗ്രിമെൻറ്റിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇങ്ങനെ വരുത്തി എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ വീഴ്ച വരുത്തിയാലും അടുത്ത 5 വർഷങ്ങളിൽ അങ്ങേരെ എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല? ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് അൺസോൾവെൻ്റ് ആയിരിക്കണം, ഇൻസോൾവെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം, 6 മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ച് 5 വർഷം വരെ ടൈം ഉണ്ടായിരിക്കണം. 7 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ കിട്ടുന്ന കേസിനകത്ത് പ്രതിയാണെങ്കിൽ അങ്ങേരെ അപ്പോയിൻറ്റ് ചെയ്യാനേ പാടില്ല. കോടതിയോ ട്രൈബ്യൂണലോ എന്ത് വിധിക്കുകയാണ്? ഇങ്ങേര് ക്വാളിഫൈഡ് അല്ല, ഇങ്ങേര് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ക്വാളിഫൈഡ് അല്ല എന്ന് പറഞ്ഞ് വിധിക്കുകയാണ്. അതും അല്ലെങ്കിൽ ഇങ്ങേര് കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിരുന്നു, ആ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഇങ്ങേര് കമ്പനിയുടെ കോൾ മണി അടച്ചിട്ടില്ല. ഓക്കെ, അത് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് 6 മാസമായിട്ടും അത് പേ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേരെയും ചെയ്യാൻ പാടില്ല. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിനകത്ത് ആസ് പെർ ദ എഗ്രിമെൻറ്റ് ഇങ്ങനെ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങേരെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് 5 വർഷത്തോടും ഇങ്ങേരെ എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല? ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇങ്ങേരെ എന്ത് സബ്മിറ്റ് ചെയ്തിട്ടില്ല? DIN നമ്പർ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഓക്കെ, റീ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ ആസ് പെർ സെക്ഷൻ 164 സബ്സെക്ഷൻ 2. സോ നമ്മൾ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ റൊട്ടേഷനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് തേർഡ് വൺ, റൊട്ടേഷൻ കഴിഞ്ഞപ്പം ഏതൊക്കെ ആൾക്കാരെ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു, ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ, ആസ് പെർ സെക്ഷൻ 164 സബ്സെക്ഷൻ 2, റീ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ. ഓക്കെ, നോക്കി, എ പേഴ്സൺ who is or has been a director of a company shall be disqualified being reappointment as a director of that company or appointed at any other company for a period of 5 years if the company of which he is or has been a director, okay, and has not filed financial statement or annual return for any continuous period of 3 financial years. That means ഈ വ്യക്തി ആ കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നു. ആ കമ്പനി 3 വർഷങ്ങളായിട്ട് എന്ത് സബ്മിറ്റ് ചെയ്തിട്ടേ ഇല്ല? കണ്ടിന്യൂസ് പീരീഡ് 3 years കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് അവർ ആനുവൽ റിട്ടേൺ സബ്മിറ്റേ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ആൻഡ് has failed to repay the depositors accepted by it or pay interest thereon or redeem any debenture on the due date or pay interest due thereon or pay the declared dividend and such failure continues for 1 year or more. മനസ്സിലായി? അതായത് ഒരു വ്യക്തി എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻ്റ് ആണ്. ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിൽ ഈ പറയുന്ന പോലെ റൊട്ടേഷണൽ നോൺ റൊട്ടേഷനിലൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻ്റ് ആണ്. പക്ഷേ ഇവിടെ പറയുന്ന സാഹചര്യം എന്താണെന്നറിയാമോ? അങ്ങനെ ഏതൊരു കമ്പനിയുടെ ഡയറക്ടറായിരുന്നു. ഓക്കെ, ആ കമ്പനി, ദാറ്റ് മീൻസ് ഇങ്ങനെ ഡയറക്ടർ ആയിരുന്നിട്ടുള്ള കമ്പനി അടുപ്പിച്ച 3 വർഷങ്ങളിൽ എന്ത് സബ്മിറ്റ് ചെയ്തിട്ടില്ല? ആ കമ്പനിയുടെ ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ഡിവിഡൻറ്റിനോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റോ ഈ പറയുന്ന എമൗണ്ടുകളൊന്നും ആ കമ്പനി പേ ചെയ്തിട്ടില്ല. ഓക്കെ, അത് എത്ര മാസത്തേക്കാണ്? കണ്ടിന്യൂസ് ഫോർ 1 year or more. അതായത് കഴിഞ്ഞ 1 വർഷമായിട്ട് അല്ലെങ്കിൽ 1 വർഷമായിട്ട് അല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ കമ്പനി ഈ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഓക്കെ എന്തല്ല? എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻ്റ് അല്ല.
എന്തായിരിക്കും കാരണം എന്ന് കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഡയറക്ടേഴ്സാണ് ഇത് മാനേജ് ചെയ്യണേ അല്ലേ. ഈ കമ്പനി മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കമ്പനിയുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ടും അടിപൊളിയായിട്ടും കാര്യങ്ങളെല്ലാം ഒരു ഡിലേയും കൂടാതെ പോകണം. സോ ഇവിടെ പറയുന്നത് ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഓക്കെ. കൂടാതെ ഈ പറയുന്നത് പോലെ ഡെപ്റ്റ് വാങ്ങിച്ചവർക്കൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല, ഡിവിഡൻഡ് ഒന്നും പേ ചെയ്തിട്ടില്ല. സോ അങ്ങനെയുള്ള ആൾക്കാരെ വീണ്ടും റീ അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ട് എന്താ കാര്യം? സോ ഇങ്ങനെ വരുന്ന കേസുകളിൽ ഈ വരുന്ന കമ്പനിയിൽ ഉണ്ടായിരിക്കുന്ന ഡയറക്ടേഴ്സിന് എന്തല്ല, അവർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് അല്ല, ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് എ ഡയറക്ടർ ആസ് പെർ സെക്ഷൻ 167. ദാറ്റ് മീൻസ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഡയറക്ടേഴ്സിന് ഒരു വെക്കേഷൻ കൊടുക്കണേ, ഓക്കെ. അവിടെ പറയുന്നത് ഓഫീസ് ഓഫ് ദ ഡയറക്ടർ ഷാൾ ബിക്കം വേക്കൻറ്റ് ഇൻ കേസ്. ദാറ്റ് മീൻസ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ആ ഡയറക്ടറിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആവുന്നത്. ഫസ്റ്റ് വൺ, ഹി ഇൻകേഴ്സ് എനി ഓഫ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ സ്പെസിഫൈഡ് ആസ് പെർ സെക്ഷൻ 164. അതായത് സെക്ഷൻ 164 പ്രകാരം ഏതെങ്കിലും ഒരു ഡിസ്ക്വാളിഫൈഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു വിടാം, അങ്ങേരുടെ ഓഫീസ് വേക്കൻ്റ് ആയിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഹി ആബ്സെന്റ് ഹിംസെൽഫ് ഫ്രം all the meetings of the board of directors held during a period of 12 months with or without seeking leave or absence of the board. അതായത് സിക്ക് ലീവോ എന്ത് വേണേലും ആയിക്കോട്ടെ, ഏത് രീതിയിൽ വേണേലും ആയിക്കോട്ടെ, എന്താ കഴിഞ്ഞ 12 മാസമായിട്ടും ഇങ്ങേര് കമ്പനിക്കകത്തുള്ള ഒരു മീറ്റിങ്ങിനകത്തും പങ്കെടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിലും ആ ഡയറക്ടറിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആയിരിക്കും, ഓക്കെ. ആൻഡ് തേർഡ് വൺ, ഹി ആക്ട്സ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദ പ്രീവിയസ് contraventions of the provisions of section 184 relating to the entering in the contract or arrangement in which he is directly or indirectly interested, okay. And the third one, he fails to disclose his interest in any contract or arrangement in which he is directly or indirectly interested in contravention of the provision of section 184. അതായത് 184 പ്രകാരം പറയുന്നത് ഈ പറയുന്ന റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിനെ കുറിച്ചാണ്. സോ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് പ്രകാരമുള്ള ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റിനകത്ത് ഇങ്ങനെ വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിനകത്ത് ഇങ്ങനെ ഇടപെടാതിരിക്കുകയോ ചെയ്യാം, ഓക്കെ. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ അങ്ങേരുടെ ഓഫീസ് വേക്കൻ്റ് ആയിരിക്കും. ആൻഡ് he become disqualified by an order of a court or tribunal. അതായത് കോടതി വിധിക്കുകയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രൈബ്യൂണൽ വിധിക്കുകയാണ്, ഇങ്ങനെ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വരെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഒരു എന്താ പറയുക ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ അങ്ങേരുടെ ഓഫീസ് വേക്കൻ്റ് ആയിരിക്കും, ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, he is convicted by court of any offence whether involving moral turpitude or otherwise and sentenced in respect thereof to imprisonment for not less than 6 months, okay. അതായത് ഈ പറഞ്ഞ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞതുപോലെ 6 മാസത്തിൽ കൂടുതൽ ഇംപ്രിസ്മെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങേരെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ അങ്ങേരുടെ ഓഫീസും വേക്കൻ്റ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ആൻഡ് പ്രൊവൈഡഡ് ദാറ്റ് the office shall not be vacated by the director in case of order referred under section E or F. അതായത് ഇയും എഫും പറയുന്നത് രണ്ടും ഒരേ കാര്യങ്ങളാണ്. ഈ പറയുന്നത് കോടതിയുടെ വിധിയാണ് അല്ലേ, അങ്ങനെ ഈ പറയുന്ന അങ്ങേരുടെ ഓഫീസ് വേക്കൻ്റ് ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോടതി വിധി വരികയാണ്, ഫസ്റ്റ് വൺ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇപ്പോൾ പറഞ്ഞതുപോലെ അങ്ങേര് വേറെ ഏതെങ്കിലും ഒരു ശിക്ഷയിൽ വിധിക്കപ്പെട്ടു, ആ ശിക്ഷ എന്ന് പറയുന്ന 6 മാസത്തിൽ കൂടുതൽ അങ്ങേർക്ക് ശിക്ഷ കിട്ടുന്ന ഒരു കേസായിരുന്നു. സോ ഈ രണ്ട് സാഹചര്യങ്ങളിലും രണ്ട് കണ്ടീഷൻസ് കൂടെ നമ്മളോട് അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ, for 30 days from the date of convention of order of disqualification. അതായത് ഇങ്ങനെ ഒരു ഓർഡർ കോടതിയിൽ നിന്ന് വന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ, ഓക്കെ. രണ്ട് കാര്യം പറയണത് എന്താണെന്ന് വെച്ചാൽ, where an appeal or petition is preferred within 30 days as aforesaid against the conviction resulting in sentence or order until the expiry of 7 days from the date on which such appeal or petition is disposed of. അതായത് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു കോടതി വിധി വന്ന് അപ്പം തന്നെ ഈ പുള്ളിക്കാരൻ അങ്ങനെ ഇറങ്ങിപ്പോകേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായി. അതായത് കോടതി വിധി വന്ന് അപ്പം തന്നെ ഇങ്ങനെ ഓഫീസ് വെക്കേറ്റ് ചെയ്ത് ഇങ്ങേർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല. ആ കോടതി വിധി വന്ന് 30 ദിവസത്തിനുള്ളിൽ അങ്ങേർക്ക് അപ്പീൽ കൊടുക്കാം. എനിക്കെതിരെ ചമച്ചത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങേർക്ക് കോടതിക്ക് എതിരെ അല്ലെങ്കിൽ കോടതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രൈബ്യൂണലിൽ എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീൽ കൊടുക്കാം. സോ അങ്ങനെ ഒരു ഓർഡർ വന്നത് ഇറങ്ങി പോകണമെന്നില്ല. ആ ഓർഡർ വന്ന് 30 ദിവസം വരെ അങ്ങേർക്ക് ഓഫീസിൽ തന്നെ തുടരാം. ആ 30 ദിവസത്തിനുള്ളിൽ അങ്ങേർക്ക് വേണമെങ്കിൽ അപ്പീൽ കൊടുക്കാം. ആ അപ്പീൽ കോടതി സ്വീകരിച്ച് ആ അപ്പീൽ കോടതി തള്ളി 7 ദിവസം വരെ വീണ്ടും അങ്ങേർക്ക് അവിടെ സ്റ്റേ ചെയ്യാം, മനസ്സിലായോ? ഒരിക്കൽ കൂടെ ഈ പറയുന്നത് പോലെ കോടതി വിധി വന്നാൽ അപ്പം തന്നെ ഇറങ്ങി പോകണമെന്നില്ല. കോടതി വിധി വന്ന് 30 ഡേയ്സ് വരെ അങ്ങേർക്ക് അവിടെ തുടരാം. ഈ 30 ഡേയ്സിനുള്ളിൽ അങ്ങേർക്ക് അപ്പീൽ കൊടുക്കാം. ആ അപ്പീൽ കൊടുത്താലും അങ്ങേർക്ക് അവിടെ തന്നെ ഈ പറയുന്നതിനെ തന്നെ നമുക്ക് തുടർന്നു പോകാം. ഈ അപ്പീൽ കോടതി തള്ളി, ഓക്കെ, 7 ദിവസം വരെ അങ്ങേർക്ക് അവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചാൽ ആ ഓഫീസിൽ ഉണ്ടായിരിക്കാം, ഓക്കെ.
And the last one, where any further appeal or petition is preferred against order or sentence within 7 days until such a further appeal or petition is disposed. Okay, ആ 7 ദിവസം, that means കോടതി വിധി വന്നു, ഇങ്ങേർക്ക് കൊടുത്ത അപ്പീൽ കോടതി തള്ളി, അങ്ങനെ തള്ളിയാൽ 7 ദിവസം വരെ ഇങ്ങേർക്ക് ടൈമുണ്ട്. ഈ 7 ദിവസത്തിനുള്ളിൽ ഇങ്ങേർക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ, ഓക്കെ, അതിന് ഹൈക്കോർട്ട് ഏതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഏതാണോ അവർക്ക് അപേക്ഷ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ അപേക്ഷ തള്ളുന്നത് വരെയും അങ്ങേർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഓഫീസിൽ ഇരിക്കും. ഓക്കെ, അതായത് ഓഫീസ് വെക്കേറ്റ് ചെയ്യണം എന്നില്ല എന്നർത്ഥം. മനസ്സിലായി? സോ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. സെക്ഷൻ ഇ പ്രകാരവും ക്ലോസ് ഇ പ്രകാരവും ക്ലോസ് എഫ് പ്രകാരവും പറയുന്നത് കോടതിയുടെ ഇടപെടലാണ്. സോ കോടതിയുടെ ഇടപെടൽ കയറി വരുന്ന നേരത്ത് അപ്പം തന്നെ ഡയറക്ടർക്ക് ആ ഓഫീസ് വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോകണമെന്ന് നിർബന്ധമില്ല. ആ ഓഫീസർക്ക് 30 ഡേയ്സ് വരെ ആ ഓഫീസിൽ തന്നെ തുടരാം. ആ 30 ഡേയ്സിനുള്ളിൽ വേണമെങ്കിൽ അങ്ങേർക്ക് അപ്പീൽ കൊടുക്കാം. ഓക്കെ, ആ അപ്പീൽ നിലവിലുള്ളിടത്തോളം കാലം അങ്ങേർക്ക് ഓഫീസിൽ തന്നെ തുടരാം. ഓക്കെ, ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ കോടതി ആ അപ്പീൽ തള്ളി എന്ന് വിചാരിക്കുക, തള്ളിയാലും 7 ദിവസം വരെ അങ്ങേർക്ക് ഓഫീസിൽ തന്നെ തുടരാം. ആ 7 ദിവസത്തിനുള്ളിൽ അങ്ങേർക്ക് ഈ പറയുന്ന പോലെ അപ്പലേറ്റ് ട്രിബ്യൂണലിലോട്ട് അപ്പീൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിലും അങ്ങേർക്ക് ആ ഓഫീസിൽ തുടരാം. ആ അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ത് ചെയ്യുന്നത് വരെ, ഈ അപ്പീൽ തള്ളുന്നത് വരെ. ഓക്കെ, ഇനി അപ്പലേറ്റ് ട്രിബ്യൂണൽ ഈ ഡയറക്ടർക്ക് അനുകൂലമായിട്ടാണ് ഒരു വിധി വന്നതെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അങ്ങേർക്ക് വെക്കേറ്റ് ചെയ്യാൻ വേണ്ട, അങ്ങേർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഓഫീസിനകത്ത് തുടരാം. അല്ലെങ്കിൽ അങ്ങേരുടെ പൊസിഷൻ തന്നെ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, he is removed in pursuance of the provision of the act. അതായത് ഈ ആക്ടിനകത്തുള്ള ഏതെങ്കിലും ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ റിമൂവ് ചെയ്യുന്നു. ആൻഡ് he have been appointed a director by virtue of his holding any office or other employment in the holding subsidiary or associate company, ceases to hold such office or other employment in that company. അതായത് ഇങ്ങനെ ഒരാളെ അപ്പോയിന്റ് ചെയ്യാനുള്ള കാരണം അങ്ങേർക്ക് ഹോൾഡിങ്ങിലോ സബ്സിഡിയറിക്കകത്തോ എന്തെങ്കിലും ഒരു എംപ്ലോയ്മെന്റിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓഫീസിലായിരുന്നു. മനസ്സിലായോ? അതായത് ഈ പറഞ്ഞതുപോലെ ഈ ഹോൾഡിങ്ങിൻ്റെയും സബ്സിഡിയറിയൊക്കെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഒരു ഡയറക്ടറിനെ അവിടെ അപ്പോയിന്റ് ചെയ്യാം. മനസ്സിലായി? സോ ഒരു വ്യക്തിനെ, ഇപ്പം ഞാൻ എൻ്റെ കമ്പനിയുടെ ഡയറക്ടറായിട്ട് എടുത്തിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുടെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ സബ്സിഡിയറിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളെ ആ കാര്യങ്ങൾ ഏൽപ്പിച്ചു, നിങ്ങൾ അതിപ്പോൾ എന്ത് ചെയ്തിരിക്കുക, സീസ് ചെയ്ത് പോയിരിക്കുക. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ ആ ജോലിയിൽ തുടരാൻ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സബ്സിഡിയറി കമ്പനി നോക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും നിങ്ങൾക്ക് വീണ്ടും എവിടെ തുടരാനുള്ള അധികാരമില്ല, എൻ്റെ കമ്പനിയിൽ ഡയറക്ടറായിട്ട് തുടരാനുള്ള അധികാരമില്ല. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, ഹി ബ്രീച്ചസ് ദ ലിമിറ്റ്സ് ഓഫ് ദ മാക്സിമം ഡയറക്ടർഷിപ്പ് അലൗഡ്. അതായത് ഓരോ വ്യക്തിക്കും എത്ര കമ്പനി വരെ ആവാം, മാക്സിമം ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എത്ര കമ്പനി വരെ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ലിമിറ്റ് ബ്രീച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെ, അങ്ങേരും എന്ത് ചെയ്യേണ്ടി വരും, നിലവിലുള്ള സാഹചര്യത്തിൽ ഓഫീസ് വെക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അപ്പോയിൻമെൻറ്റ്, റൊട്ടേഷണൽ, ഡിസ്ക്വാളിഫിക്കേഷൻ ആൻഡ് റീ അപ്പോയിൻമെൻറ്റ്. ഓക്കെ, 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കി. ആൻഡ് ദ നെക്സ്റ്റ് വൺ, where all the directors of the company vacate their office under any of the disqualification, the promoter or in absence the central government shall appoint the required number of directors who shall be hold office till the directors are appointed by the company in the general meeting. ഓക്കെ, അതായത് കമ്പനിക്കകത്തുള്ള എല്ലാവരും ഡിസ്ക്വാളിഫൈഡ് ആയിരുന്നു, കമ്പനിക്കകത്തുള്ള എല്ലാ ഡയറക്ടേഴ്സും ഡിസ്ക്വാളിഫൈഡ് ആയിരുന്നു. സോ എല്ലാവരെയും ഈ പറയുന്ന ഒറ്റ മീറ്റിങ്ങിനകത്ത് എല്ലാവരും ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ കമ്പനിയിൽ വീണ്ടും എന്തുണ്ടാവില്ല, കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ ഡയറക്ടേഴ്സ് ഉണ്ടാവില്ല. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പ്രൊമോട്ടേഴ്സിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ ആരെ അപ്പോയിൻറ്റ് ചെയ്യാം, ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഏതുവരെ, അടുത്ത മീറ്റിംഗ് കൂടി ഡയറക്ടേഴ്സിനെ തീരുമാനിക്കുന്നത് വരെ. ഓക്കെ, അടുത്ത മീറ്റിംഗ് കൂടി ഡയറക്ടേഴ്സിനെ തീരുമാനിക്കുന്നത് വരെ പ്രൊമോട്ടേഴ്സിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ ആരെ തീരുമാനിക്കാം, ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഡയറക്ടേഴ്സ് ഇല്ലാതെ കമ്പനിയുടെ കാര്യങ്ങളൊന്നും നടക്കില്ല, ആണല്ലോ. സോ ഡയറക്ടേഴ്സാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കമ്പനിയുടെ എല്ലാ ഡയറക്ടേഴ്സും ഡിസ്ക്വാളിഫൈ ആവുകയാണെങ്കിൽ അവിടെ പ്രൊമോട്ടേഴ്സോ സെൻട്രൽ ഗവൺമെൻറ് അധികാരം ഏറ്റെടുക്കുന്നു. എന്നിട്ട് അടുത്ത മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ അവർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം. ആൻഡ് നെക്സ്റ്റ് വൺ, ഇഫ് എ പേഴ്സൺ functions as a director even when he knows that the office of the director held by him has become vacant on account of any of the disqualification, he shall be punishable with the imprisonment of a term which may extend to 1 year, or with the fine which shall not be less than 1 lakh but which may extend to 5 lakh or with both. അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിനകത്ത് അങ്ങേര് ഓഫീസ് വെക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിലപാട് വന്നിട്ടും അങ്ങേര് ആ ഓഫീസിൽ നിന്ന് വെക്കേറ്റ് ആവാതെ, അല്ലെങ്കിൽ അങ്ങേരെ ഓഫീസ് വേക്കൻ്റ് ആവാതെ അങ്ങേര് വീണ്ടും ആ ഓഫീസിൽ നിന്ന് തുടരുകയാണെങ്കിൽ അങ്ങേര് എന്ത് ചെയ്യാം നോക്കി, ഹി ഷാൾ ബി പണിഷബിൾ. എങ്ങനെയാ, 1 വർഷം വരെ തടവോ അല്ലേ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെ പിഴയോ, അല്ലെങ്കിൽ ബോത്ത്, ഇത് രണ്ടും കൂടെ ചേർന്നതോ അങ്ങേർക്ക് എന്തായിട്ട് വരും, പണിഷബിളായിട്ട് വരും, പെനാൽറ്റി ആയിട്ട് വരും. ഓക്കെ,
ആൻഡ് ദ നെക്സ്റ്റ് വൺ, റെസിഗ്നേഷൻ ഓഫ് എ ഡയറക്ടർ ആസ് പെർ സെക്ഷൻ 168. നിങ്ങൾ സ്വമേധയാ റിസൈൻ ചെയ്ത് പോവുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ സ്വമേധയാ റിസൈൻ ചെയ്ത് പോവുകയാണ്. ഏത് പ്രകാരം? സെക്ഷൻ 168 പ്രകാരം നിങ്ങൾ സ്വമേധയാ റിസൈൻ ചെയ്ത് പോവുകയാണ്. അങ്ങനെ റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം? ഓക്കെ, the procedure for the resignation of a director as detailed below. First one, a director may resign from his office by giving a notice to writing to the company. എന്ത് ചെയ്യാം? ഒരു നോട്ടീസ് കൊടുത്തിട്ട് അങ്ങേർക്ക് റിസൈൻ ചെയ്ത് പോകാം. ആൻഡ് he shall within 30 days from the right of resignation forward to the registrar a copy of resignation along with the reason for the resignation in form DIR 11 along with the fees. ഓക്കെ, അതായത് റിസൈൻ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിനെ ഇത് അറിയിക്കണം. ഏത് ഫോമിൽ? DIR 11 എന്ന് പറയുന്ന ഫോമിനകത്ത് വിത്ത് ഫീസ് ഇത് അറിയിക്കണം. ആൻഡ് a foreign director may authorize in writing a practicing CA, CMA, CS or any other resident director of the company to sign in form number 11 and file the same on behalf intimating the reason of the resignation. അതായത് ഒരു ഫോറിൻ ഡയറക്ടറാണ്, അങ്ങേര് ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ അങ്ങേർക്ക് ബദലായിട്ട് ഒരു പ്രാക്ടീസിംഗ് ആയിട്ടുള്ള CMA, CSകാരനെയോ അല്ലെങ്കിൽ ആ കമ്പനിയിൽ തുടരുന്ന ഒരു റെസിഡന്റ് ഡയറക്ടറിനെയോ എന്ത് ചെയ്യാം? ഓതറൈസ് ചെയ്യിപ്പിച്ച് അങ്ങേർക്ക് രജിസ്ട്രാർക്ക് ലെറ്റർ അയക്കാം. ഡയറക്ടർ അല്ല, രജിസ്ട്രാർക്ക് ലെറ്റർ അയക്കാം. ഓക്കെ, ആൻഡ് ദ ബോർഡ് ഷാൾ ഓൺ റിസീപ്റ്റ് ഓഫ് സച്ച് നോട്ടീസ് ടേക്ക് നോട്ടീസ് ഓഫ് ദ സെയിം. ഓക്കെ, അതായത് ഈ പറയുന്നത് പോലെ ഈ റെസിഗ്നേഷൻ്റെ കാര്യങ്ങൾ കമ്പനി നോട്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബോർഡ് നോട്ടീസ് ചെയ്യുന്നു. ദ കമ്പനി ഷാൾ ഇൻറ്റിമേറ്റ് ദ രജിസ്ട്രാർ ഇൻ ഫോം നമ്പർ DIR 12 വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് നോട്ടീസ്. അതായത് ആ പറഞ്ഞ ഡയറക്ടർ മാത്രമല്ല ഇതിന് ആരെ അറിയിക്കേണ്ടത്? രജിസ്ട്രാറിനെ അറിയിക്കേണ്ടത്, കമ്പനി കൂടെ അറിയിക്കണം. ഓക്കെ, സോ നിങ്ങളൊരു ഡയറക്ടറാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ നോട്ടീസ് കൊടുക്കണം. ഓക്കെ, ആ നോട്ടീസ് കൊടുത്ത് നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം. റിസൈൻ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ നോട്ടീസ് ആർക്കും കൂടെ സബ്മിറ്റ് ചെയ്യണം, രജിസ്ട്രാർക്കും കൂടെ സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞ കാരണം കാണിച്ച് ഏത് ഫോമിനകത്ത്? DIR 11. ഇനി നിങ്ങളൊരു ഫോറിൻ ഡയറക്ടറാണ്, നിലവിലില്ലെങ്കിൽ നിങ്ങൾക്ക് ബദലായിട്ട് ഒരു CAയോ CMAയോ CSകാരനോ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബദലായിട്ട് ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടർക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. മനസ്സിലായി? ഇനി നിങ്ങളുടെ നോട്ടീസ് കിട്ടിയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെസിഗ്നേഷൻ ലെറ്റർ കിട്ടിയാൽ കമ്പനി അത് നോട്ടീസ് ചെയ്യണം. കമ്പനി അത് ആരെ അറിയിക്കും വേണം? രജിസ്ട്രാറിനെ അറിയിക്കും വേണം. 30 ദിവസത്തിനുള്ളിൽ DIR 12 എന്ന് പറയുന്ന ഫോമിനകത്ത് രജിസ്ട്രാറിനെ അറിയിക്കും വേണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ സെറ്റ് ഇൻഫർമേഷൻ ഈസ് ടു ബി പോസ്റ്റഡ് ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, ഇങ്ങനെ ഒരാൾ ഈ പറയുന്ന പോലെ റിസൈൻ ചെയ്ത് പോയി എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് കാണിക്കണം. ആൻഡ് ദ ഫാക്ട് ഓഫ് ദ റെസിഗ്നേഷൻ ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദ റിപ്പോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ലൈഡ് ഇൻ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ജനറൽ മീറ്റിംഗ് ബൈ ദ കമ്പനി. അടുത്ത ജനറൽ മീറ്റിംഗിൽ, അതായത് ഇങ്ങനെ ഒരാൾ റിസൈൻ ചെയ്ത് ഇറങ്ങിപ്പോയതിന് ശേഷം വരുന്ന അടുത്ത ജനറൽ മീറ്റിങ്ങിനകത്ത് അത് നോട്ടീസ് ചെയ്യണം. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ റിസൈൻ ചെയ്ത് പോയത്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരു നോട്ടീസ് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയണം. And the resignation of the director shall take effect from the date on which the notice is received by the company or the date, if any, specified by the director in the notice whichever is later. അതായത് നോട്ടീസ് കൊടുത്ത ഡേറ്റ് തന്നെ അങ്ങേര് എന്ത് ചെയ്യണമെന്നില്ല, റിസൈൻ ചെയ്ത് പോകണമെന്നില്ല. ഇപ്പം ഞാൻ ഒരു ഡയറക്ടറാണ്, ഞാൻ കമ്പനിക്കകത്ത് ഇന്ന് ഞാൻ പോയിട്ട് ഒരു റിസൈൻ ലെറ്റർ കൊടുക്കുകയാണ്. അന്ന് തന്നെ എനിക്ക് റിസൈൻ ചെയ്ത് ഇറങ്ങി പോകണമെന്നില്ല. ഓക്കെ, ആ ലെറ്ററിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അടുത്ത മാസം 10-ാം തീയതിയാണ് ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. സോ അടുത്ത മാസം 10-ാം തീയതി തൊട്ട് ഞാൻ എന്തുണ്ടാവില്ല, കമ്പനിക്കകത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു ലെറ്റർ സബ്മിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ അതിനകത്ത് ഏത് ഡേറ്റ് ആണോ ലെറ്ററായിട്ട് പറഞ്ഞത് ആ ഡേറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി? റിസൈൻ ചെയ്താൽ മതി. മനസ്സിലായി? എങ്ങനെയായിരുന്നു? നിങ്ങൾ റിസൈൻ ചെയ്ത ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകണമെന്നില്ല. ആ നോട്ടീസിനകത്ത് നിങ്ങളൊരു എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്നത് പോലെ ഞാൻ എന്നാണ് റിസൈൻ ചെയ്യാൻ പോകുന്നത് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും മതി, റിസൈൻ ചെയ്ത് പോയാലും മതി. Okay, and the next one, where all the director of the company resign from their office, the promoter or in absence the central government shall appoint the required number of directors who shall hold office till the directors are appointed by the company in the general meeting. നേരത്തെ പറഞ്ഞതുപോലെ ഈ എല്ലാവരും ഡിസ്ക്വാളിഫൈഡ് ആയാൽ എന്ത് ചെയ്യും? അത് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് റിസൈൻ ചെയ്ത് ഇറങ്ങി പോവുകയാണെങ്കിൽ അടുത്ത മീറ്റിംഗ് കൂടുന്നത് വരെ സെൻട്രൽ ഗവൺമെൻറ് ആ പറയുന്ന എത്ര പേരാണോ വേണ്ടത് അവരെ കമ്പനിയുടെ ഡയറക്ടറായിട്ട് നിയമിക്കും. ഓക്കെ, സോ അപ്പോയിൻമെൻറ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും പറയണേ. അപ്പോയിൻമെൻറ്റ് പറഞ്ഞായിരുന്നു, റൊട്ടേഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞായിരുന്നു, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഓഫീസ് വേക്കൻ്റ് ആവേണ്ടതെന്ന് പറഞ്ഞായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി പോകേണ്ടതെന്നും പറഞ്ഞായിരുന്നു. ഓക്കെ, സോറി. ആൻഡ് നെക്സ്റ്റ് വൺ, റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, റിസൈൻ ചെയ്യണതല്ല, റിമൂവ് ചെയ്യണം.
കമ്പനി ആ ഡയറക്ടറിനെ റിമൂവ് ചെയ്യണം. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, എ കമ്പനി മേ റിമൂവ് ഡയറക്ടർ ബൈ പാസിംഗ് ഓർഡിനറി റെസൊല്യൂഷൻ. അതായത് കമ്പനി മീറ്റിംഗ് കൂടി ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്യാം. എ കമ്പനി കനോട്ട് റിമൂവ് എ ഡയറക്ടർ അപ്പോയിന്റഡ് ബൈ ദ ട്രൈബ്യൂണൽ. ഓക്കെ, ഒരു കമ്പനിക്ക് എന്തായാലും ട്രൈബ്യൂണൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഡയറക്ടറിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരമില്ല. അത് ഈ പറയുന്നത് പോലെ നിയമപ്രകാരം അങ്ങേരെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. സോ ഒരു കാരണവശാലും അങ്ങേരെ എന്തായിട്ട് ഈ പറയുന്ന കമ്പനിക്ക് റിമൂവ് ചെയ്യാനുള്ള അധികാരമില്ല. And the following is the procedure to remove a director and to appoint another director in the place of removed director. Okay, ഒരാളെ റിമൂവ് ചെയ്ത് അതിന് ബദലായിട്ട് വേറൊരാളെ കൊണ്ടുവരാനുള്ള പ്രൊസീജിയറാണ് പറയുന്നത്. The first one, a special notice of any resolution shall be sent for meeting in which the director is to be removed to the company. നേരത്തെ പറഞ്ഞതുപോലെ ആ മീറ്റിങ്ങിനകത്ത് ആരെയാണോ അതിനടിസ്ഥാനം എടുത്തിട്ട് എന്ത് കൊണ്ടുവരണം, റെസൊല്യൂഷൻ കൊണ്ടുവരണം. And second one, on receipt of the notice of resolution to remove a director, the company shall send a copy of it to the director concerned. എന്നിട്ട് ആരെയാണോ റിമൂവ് ചെയ്യാൻ പോകുന്നത് അവർക്ക് എന്ത് ചെയ്യണം, നോട്ടീസ് അയക്കണം. And the third one, the director, whether he is a member or not, is entitled to be heard on the resolution at the meeting. Okay, അങ്ങേര് ആ മീറ്റിങ്ങിനകത്ത് അങ്ങേരെ പുറത്താക്കി കൊണ്ടുള്ള റെസൊല്യൂഷൻ കേൾക്കാനുള്ള അധികാരമുണ്ട്. And the director concerned may make his representation in writing to the company. അങ്ങേര് ആ കേട്ടത് കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കെതിരെ എന്തെങ്കിലും കാരണങ്ങൾ ആരോപിച്ചിട്ടായിരിക്കുമല്ലോ എന്നെ റിമൂവ് ചെയ്യണേ. സോ അത് അങ്ങേർക്ക് മീറ്റിങ്ങിൽ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങേരെ റിമൂവ് ചെയ്യണേ എന്ന് കാണിക്കാം. എന്നിട്ട് വേണമെങ്കിൽ ആ മീറ്റിങ്ങിൽ തന്നെ അങ്ങേർക്ക് അതിനടിസ്ഥാനമായിട്ടുള്ള മറുപടിയും കൊടുക്കാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, the director may request the company to send his representation to the members of the company. അതായത് അങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ കോപ്പി എല്ലാ മെമ്പേഴ്സിനും കൊടുക്കാൻ വേണ്ടിയിട്ട് ആരുടെ അടുത്ത് പറയാം, കമ്പനിയോട് പറയാം. The company shall, if the time permits it to do, in any notice of the resolution given to the members of the company, state the fact of the representation having been made. മനസ്സിലായോ? അതായത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന റെസൊല്യൂഷൻസിനകത്ത് അല്ലെങ്കിൽ ആ നോട്ടീസിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യും. ആര് പറഞ്ഞത്? ഈ പറഞ്ഞ റിമൂവ് ചെയ്യാൻ പോകുന്ന ഡയറക്ടർ പറഞ്ഞ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണം. ആൻഡ് സെൻഡ് എ കോപ്പി ഓഫ് ദ റെപ്രസെൻറ്റേഷൻ ടു എവരി മെമ്പർ ഓഫ് ദ കമ്പനി ടു ഹിം നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ഈസ് സെൻഡ്. ഓക്കെ, വെദർ ബിഫോർ ഓർ ആഫ്റ്റർ ദ റിസീപ്റ്റ് ഓഫ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ കമ്പനി. മനസ്സിലായോ? ഈ പറഞ്ഞതുപോലെ കമ്പനിയുടെ റെപ്രസെൻറ്റേഷൻ എന്താണോ അതിനുശേഷം എന്ത് ചെയ്യാം, ഈ പറഞ്ഞതിൻ്റെ ഈ റിമൂവ് ചെയ്യാനുള്ള സാഹചര്യവും അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഈ പറഞ്ഞ ഡയറക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് എല്ലാ മെമ്പേഴ്സിനും അയക്കാം. And if a copy of the representation is not sent due to insufficient time or for the company's default, the director may require that the representation shall be read out at the meeting. അതായത് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും അയക്കാനുള്ള ടൈമില്ല അല്ലെങ്കിൽ എല്ലാവർക്കും അയച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ റെപ്രസെൻറ്റേഷൻ എന്താണോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇങ്ങേര് കൊടുത്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കമ്പനിക്ക് എന്താണോ പറയാനുള്ളത് അത് എവിടെ തന്നെ ഈ പറഞ്ഞ മീറ്റിങ്ങിനകത്ത് തന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി സെക്ഷൻ 166 പ്രകാരം നമുക്ക് ഈ ഒരു ഡയറക്ടറിൻ്റെ ഡ്യൂട്ടീസാണ് പറയുന്നത്. എളുപ്പമാണ്. A director of a company shall act in accordance with the articles. കമ്പനിയുടെ ആർട്ടിക്കിൾസ് പ്രകാരം എന്ത് ചെയ്യണം, പെരുമാറണം in good faith. ഓക്കെ, നല്ല ഉദ്ദേശത്തോടു കൂടി, so as to promote the objectives of the company for the benefit of its members. ഓക്കെ, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് പ്രകാരം കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം. ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, ഇറ്റ്സ് എംപ്ലോയീസ്, ദ ഷെയർ ഹോൾഡേഴ്സ്, ദ കമ്മ്യൂണിറ്റി ആൻഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടും അവിടുത്തെ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടും എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ടും കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും അങ്ങനെ എല്ലാത്തിനും നല്ല രീതിക്ക് തന്നെ ആര് പെരുമാറിയിരിക്കണം, ഡയറക്ടർ പെരുമാറിയിരിക്കണം. 2, എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ എക്സസൈസ് വിത്ത് ഡ്യൂ ആൻഡ് റീസണബിൾ കെയർ, സ്കിൽ ആൻഡ് ഡിലിജൻസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ്. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ കമ്പനിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന എംപ്ലോയീസിനും അല്ലെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റിക്കും എൻവയോൺമെൻറ്റിനും എല്ലാവർക്കും ഒരു നല്ലതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് വേണം ആര് പെരുമാറാൻ, നമ്മുടെ ഡയറക്ടർ പെരുമാറാൻ. സോ ആസ് പെർ സെക്ഷൻ 166 ഡയറക്ടറിൻ്റെ ഡ്യൂട്ടീസ് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അത് തന്നെയാണ്. കമ്പനിയുടെ കാര്യങ്ങൾ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും നോക്കുക. ഓക്കെ, ആൻഡ് not to get involved in a situation where his interests may conflict with the interests of the company. അതായത് ഈ പറയുന്ന കമ്പനിയുടെ താല്പര്യങ്ങൾക്കും ഇങ്ങേരുടെ താല്പര്യങ്ങൾക്കും എതിരെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാതിരിക്കുക, ഇടപെടാതിരിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, നോട്ട് ടു അച്ചീവ് അൺഡു ഗെയിൻ ഓർ അഡ്വാൻറ്റേജ്. ഏതെങ്കിലും തരത്തിലുള്ള അൺഡു ഗെയിൻസ് ഉണ്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഡയറക്റ്റ് വേക്കകത്ത് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെ ഉണ്ടാക്കിയാൽ ഈ ഫൗണ്ട് ഗിൽറ്റി ദെൻ ലയബിൾ ടു പേ ദ എമൗണ്ട് ഗെയിൻ ടു ദ കമ്പനി. അങ്ങനെ ഒരു ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗെയിൻ കമ്പനിയിലോട്ട് എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. അതായത് ഒരു ഡയറക്ടറിൻ്റെ ഡ്യൂട്ടിയാണ് പറയണേ, ഡയറക്ടർ കമ്പനിയുടെ ഡയറക്ടറാണ് എന്നുള്ള ഒറ്റ പേര് കാരണം അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലുള്ള അൺഡു ഗെയിനോ അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ പാടില്ല.
and a director of a company shall not assign his office and any assignment so made shall be void. അതായത് എനിക്ക് നോക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് നോക്കാൻ സമയമില്ല. ഇപ്പോൾ ആസ് എ ഡയറക്ടർ എന്നെ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരാൾക്ക് എൻ്റെ ഡ്യൂട്ടീസ് എല്ലാം അസൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡയറക്ടേഴ്സിനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഡയറക്ടേഴ്സ് തന്നെ ചെയ്യണം. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, പനിഷ്മെൻറ്റ്. ഈ പറഞ്ഞ സെക്ഷൻസ് പ്രകാരം ഓക്കെ, ഇഫ് എ ഡയറക്ടർ ഓഫ് ദ കമ്പനി കോൺട്രമൻസസ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 166, അതായത് പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസിനകത്ത് എന്തെങ്കിലും വീഴ്ചകൾ വരുത്തുകയാണെങ്കിൽ സച്ച് ഡയറക്ടർ ഷാൾ ബി പണിഷബിൾ വിത്ത് ഫൈൻ ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1 lakh rupees ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 lakh. അതായത് ഈ ഡ്യൂട്ടീസിനകത്ത് എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ 1 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെ പിഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിനകത്ത് പറയാനുള്ളത്, നമ്മുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന പോർഷൻസിനകത്ത് പറയാനുള്ളത്. സോ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞത് അപ്പോയിൻമെൻറ്റ്, റീ അപ്പോയിൻമെൻറ്റ്, റിമൂവൽ, ഡിസ്ക്വാളിഫിക്കേഷൻ, റെസിഗ്നേഷൻ, ഓക്കെ, ഡ്യൂട്ടീസ്, റൊട്ടേഷണൽ. കേട്ടോ, കുറച്ചും കൂടെ കേസ് ലോസ് ഒക്കെ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. സോ നല്ലപോലെ ശ്രദ്ധിച്ച് വീഡിയോസ് ഒന്ന് കാണുക. ആ പെനാൽറ്റീസ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കുക. ഏതൊക്കെ പെനാൽറ്റീസാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്ന് നോക്കുക. ആ റൊട്ടേഷണൽ ഡയറക്ടേഴ്സിൻ്റെ കാര്യം പ്രധാനപ്പെട്ടതാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിനകത്ത് രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു സെക്ഷനായിട്ട് കാണാം. ബൈ.